ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു ടൈറ്റിൽ സ്ലൈഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നമുക്ക് ആദ്യമായി ഒരു സ്ലൈഡ് ആഡ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഞാനൊരു ലൈറ്റ് ഗ്രേ കളർ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ട്രയാങ്കിൾസ് വരച്ച് നൽകാം. അതിനായി ഞാനിവിടെ ഹോം ടാബിൽ നിന്നും ഈ ഒരു ട്രയാങ്കിൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. Ctrl+D എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കോപ്പി ചെയ്ത് ഈ രണ്ടാമത്തെ കോപ്പിയെ ഒന്ന് റീസൈസ് ചെയ്യുകയാണ്. നമുക്ക് ഒരു വട്ടം കൂടി ആദ്യത്തെ ട്രയാങ്കിളിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ശേഷം അതിനെ ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും റൊട്ടേറ്റ് സെലക്ട് ചെയ്ത് ഫ്ലിപ്പ് വെർട്ടിക്കൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിനെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. ഇനി ഈ മൂന്ന് ട്രയാങ്കിളും സെലക്ട് ചെയ്ത് ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ഷേപ്പ് ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ ഓരോ ട്രയാങ്കിളും സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോർമാറ്റ് ഷേപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും ഇവിടെ ഫിൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ നൽകുക. ഇവിടെ ഒരു പിക്ചർ ആഡ് ആയിട്ടുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് ആഡ് ചെയ്തത് അതിലേക്ക് വന്നതാണ്. നമുക്ക് വേറെ ഒരു പിക്ചർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതേ പിക്ചർ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതിൽ നിന്നും അതേ ഇമേജ് തന്നെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് നൽകുകയാണ്. അതുപോലെ തന്നെ ഓരോ ട്രയാങ്കിളിലേക്കും ഓരോ ഇമേജസ് ആഡ് ചെയ്യുന്നു. സോ ഇപ്പോൾ ഓരോ ഇമേജസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഈ ടെക്സ്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള അത്രയും സൈസ് നൽകാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഇതിന് ചുറ്റുമായി ഒരു റൗണ്ടഡ് കോർണേഴ്സ് ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ച് നൽകുന്നു. അതിൻ്റെ ഷേപ്പ് ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് ഷേപ്പിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കളർ നൽകി അതിൻ്റെ ട്രാൻസ്പെറൻസി ഒരല്പം ചേഞ്ച് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സെൻഡ് ടു ബാക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഷാഡോ ആഡ് ചെയ്യാം. അതിനായി ഇവിടെ എഫക്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയി ഷാഡോയുടെ പ്രീസെറ്റ്സ് ഔട്ടർ ഷാഡോ നമുക്ക് ഒരു സെൻറ്റർ ഓഫ്സെറ്റ് സെൻറ്റർ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെയുള്ള ഓപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതിലെ രണ്ട് വേർഡുകളൊന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നൽകുന്നു. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ സ്ലൈഡിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതിനായി Ctrl+D എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. ഇനി ആദ്യത്തെ സ്ലൈഡിൽ ഈ ടെക്സ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷാഡോ അപ്ലൈ ചെയ്തിട്ടുള്ള റെക്റ്റാങ്കിളും സെലക്ട് ചെയ്ത് ഞാൻ ഇതുപോലെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളുകളും സെലക്ട് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഒരു ട്രയാങ്കിൾ സെലക്ട് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഈ അവസാനം ക്രിയേറ്റ് ചെയ്ത രണ്ട് സ്ലൈഡുകളും സെലക്ട് ചെയ്ത് ഇവിടെ ട്രാൻസിഷൻസ് എന്ന ടാബിൽ നിന്നും മോർഫ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഇവിടെ സ്ലൈഡ് ഷോ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. സോ ആദ്യത്തെ സ്ലൈഡ് രണ്ടാമത്തെ സ്ലൈഡിലേക്ക് വളരെ മനോഹരമായി നമ്മുടെ ടെക്സ്റ്റും ഇമേജസും ആനിമേറ്റ് ആവുന്നതായി കാണാം. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.